പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഗർഭിണി ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷയും കെയറും ഒക്കെ നൽകാറുണ്ട്. ആധുനിക മനഃശാസ്ത്രം അനുസരിച്ച് ഗർഭവതിയായിരിക്കുന്ന അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ആ കുഞ്ഞിൻ്റെ മനോവ്യാപാരങ്ങളെ ഭാവിയിൽ കുഞ്ഞിൻ്റെ ചിന്തകളെ വളരെയധികം സ്വാധീനിക്കുന്നു. അമ്മ ഹാപ്പിയാണെങ്കിൽ ആ കുഞ്ഞ് തീർച്ചയായിട്ടും ഒരു ഹാപ്പി പോസിറ്റീവ് മൈൻഡുള്ള കുഞ്ഞായിട്ട് മാറുന്നു. ഈ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടെങ്കിൽ, മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ദുഃഖപൂരിതമായ മാനസിക അവസ്ഥയാണെങ്കിൽ ആ കുഞ്ഞിന് ഭാവിയിൽ ഇതേ രീതിയിലുള്ള മാനസിക വിഹ്വലതകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ആധുനിക മനഃശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിലെ മഹർഷിമാർ ഈ കാര്യങ്ങളെല്ലാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർഷഭാരത പാരമ്പര്യത്തിൽ ഗർഭിണികളെ നല്ല രീതിയിൽ പരിചരിക്കുക, അവരുടെ മാനസികാവസ്ഥ സന്തോഷഭരിതമാക്കി നിർത്തുവാൻ എല്ലാ കാലത്തും വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന മനോവ്യാപാരങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിനെ സ്വാധീനിക്കുന്നത്, കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, പിൽക്കാല ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് എറിക് എറിക്സൺ എന്ന സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തെ പ്രീനേറ്റൽ പീരീഡ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നാണ് പറയുക. അങ്ങനെ അമ്മ സന്തോഷവതിയാണെങ്കിൽ ഈ കുഞ്ഞ് ഭാവിയിൽ ഒരു തന്നോട് തന്നെയും മറ്റുള്ളവരോടും ഒരു ട്രസ്റ്റ്, വിശ്വാസം ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അതല്ല എങ്കിൽ ഒരു മിസ്ട്രസ്റ്റാണ് ഡെവലപ്പ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും എല്ലാത്തിനോടും ഒരു അവിശ്വാസം, ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഒരു നിഷേധാത്മക മനോഭാവം ഈ കുഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്, ഈ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്നത് ഓട്ടോണമി വേഴ്സസ് ഷെയിം എന്നാണ്. ഇത് 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കുഞ്ഞിൻ്റെ ഫീഡിങ്, മുല കുടിക്കുന്ന സമയമാണ്. ആ സമയത്ത് കുഞ്ഞിന് കൊടുക്കാനുള്ള ഫീഡിങ് അത് വളരെ നല്ല രീതിയിൽ നടക്കണം. മുലപ്പാൽ കൊടുക്കുക, കുടിക്കുക എന്നത് മാത്രമല്ല, അമ്മ എങ്ങനെയാണ് ആ കുഞ്ഞിനോട് പെരുമാറുന്നത്, അമ്മയുടെ മനോവ്യാപാരങ്ങൾ എങ്ങനെയാണ് ഈ കുഞ്ഞിൽ പ്രതിഫലിക്കുന്നത്, അമ്മയുടെ സ്പർശനം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അമ്മ കുഞ്ഞിനെ സ്പർശിക്കുന്ന രീതി, അതുപോലെ കുടുംബത്തിലെ മറ്റുള്ളവരും, ആ രീതികൾ കുഞ്ഞിന് ഒരു ഓട്ടോണമി, ഒരു ആത്മവിശ്വാസം സൃഷ്ടിക്കും. അതല്ല എങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള സ്പർശനം, ഫീഡിങ് അത് കറക്റ്റായിട്ട് നടക്കുന്നില്ല എങ്കിൽ ഈ കുഞ്ഞ് ഭാവിയിൽ ഒരു ആത്മവിശ്വാസക്കുറവുള്ളവനായിട്ട്, ഉൾവലിയുന്നവനായിട്ട്, അന്തർമുഖനായിട്ട്, മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ഈ സ്റ്റേജിനെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഓറൽ സ്റ്റേജ് എന്നാണ് പറയുക. അതായത് വായിൽ കൂടി കുഞ്ഞ് സ്വീകരിക്കുന്ന കാലഘട്ടം, പാലൊക്കെ കുടിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഭാവിയിൽ അഡിക്ഷൻസിന് കുഞ്ഞ് വിധേയനാകുന്നു. പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടാകാം. അപ്പോൾ പല മദ്യപാനികളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരുടെ ഏർലി ചൈൽഡ്ഹുഡിൽ, ഈ 2 വയസ്സിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമ്മയുടെ കരുതൽ, അമ്മയുടെ സ്പർശനം അത് കൃത്യമായ രീതിയിലാണോ കിട്ടിയിരുന്നത്, കറക്റ്റായി ലഭിച്ചിരുന്നു? അങ്ങനെ കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല എങ്കിൽ, അമ്മയുടെ പരിപാലനം ലഭിക്കുന്നില്ല എങ്കിൽ, അമ്മയുടെ സാമീപ്യമില്ല എങ്കിൽ ഈ കുഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ വിധേയമായി മാറാം. ഭാവിയിൽ അത്തരമൊരു ചൈൽഡായിട്ട് മാറാം. ഇനി ഏതെങ്കിലും തരത്തിൽ
ഈ ഒന്നാമത്തെ സ്റ്റേജിലോ രണ്ടാമത്തെ സ്റ്റേജിലോ ഈ കുഞ്ഞിന് ലഭിക്കേണ്ടതായ പരിഗണനകൾ, ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അമ്മയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ, മൂന്നാമത്തെ സ്റ്റേജിൽ 2 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എങ്കിലും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ സ്റ്റേജിന് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിന് മുമ്പിലത്തെ 2 വയസ്സിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കുഞ്ഞിന് വേണ്ടത്ര പരിഗണനയും ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പറായി നടന്നിട്ടില്ല എങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ, ഉൾവലിവുകൾ അല്ലെങ്കിൽ അക്രമവാസനകൾ ഇതൊക്കെ ഈ കുഞ്ഞ് അടുത്ത സ്റ്റേജിൽ കാണിക്കും. പക്ഷേ ആ സ്റ്റേജിൽ ഈ കുഞ്ഞിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, കൂടുതൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രമേ ആ കുട്ടി ആത്മവിശ്വാസമുള്ള, ഇനീഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുന്ന ഒരു കുട്ടിയായിട്ട് വളർന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ ആ കുഞ്ഞ് ഉൾവലിവ് കാണിക്കുന്ന, നിഷേധാത്മക പ്രവണതയുള്ള ഒരു കുഞ്ഞായിട്ട് മാറും. അടുത്ത സ്റ്റേജ് 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയാണ്. ഈ സ്റ്റേജിന് ഇൻഡസ്ട്രിയസ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 6 വയസ്സിനുള്ള മുമ്പുള്ള കാലഘട്ടം സന്തോഷപ്രദമാണെങ്കിൽ നാച്ചുറലായിട്ടും ഈ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കാലഘട്ടം അതിനനുസൃതമായിട്ട് ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ മറ്റു കുഞ്ഞുങ്ങളുടെ ഒപ്പം എത്താനോ മത്സര കാര്യങ്ങളിലോ പഠനത്തിലോ മുന്നോട്ട് പോകാനോ സാധിക്കാതെ ഈ കുഞ്ഞ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അന്തർമുഖത്വമുള്ളവനായിട്ട് പിന്നോട്ട് മാറും, അപകർഷതാബോധമുള്ളവനായിട്ട് പിന്നോട്ട് മാറും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഉൾവലിയുന്ന കുട്ടികളെ ഈ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരും പരമാവധി പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെല്ലാ രംഗത്തും അവരെ മുന്നോട്ട് കൊണ്ടുവരിക. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ, കലാകായിക രംഗത്ത്, എല്ലാ ഫീൽഡിലും അവരെ നന്നായി പ്രോത്സാഹിപ്പിച്ച് അനാവശ്യമായി വഴക്ക് പറയാതെ, അവരെ കുറ്റപ്പെടുത്താതെ, മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യാതെ. ഓരോ കുട്ടികളും യുണീക്കാണ്. ഈ കുട്ടി ഇങ്ങനെ ആയത് അവൻ്റെ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ഉത്തരവാദി അവൻ്റെ മാതാപിതാക്കളും ഈ സമൂഹവുമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എല്ലാവിധമായ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഈ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ആ കുഞ്ഞിനെ നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പുണ്ടായിരുന്ന 2 സ്റ്റേജുകളിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട്, ഇൻഡസ്ട്രിയസ് ആയതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടുകൂടെ മറ്റു കുട്ടികളുമായിട്ട് ഇഴുകിച്ചേരുവാനും മുന്നോട്ട് വരുവാനും ഈ കുഞ്ഞിന് സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ, അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആദ്യത്തെ 3 സ്റ്റേജുകൾ ഒരു കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പ്രീനേറ്റൽ പീരീഡ്, ഗർഭാവസ്ഥയിലായിരിക്കുന്ന കാലഘട്ടം വളരെ പ്രധാനമാണ്. അതിനുശേഷം കുഞ്ഞുണ്ടായാൽ ഉടനെ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാലഘട്ടത്തിൽ കുഞ്ഞിന് കൊടുക്കുന്ന കരുതലും സ്പർശനവും വളരെ പ്രധാനമാണ്. അതിനുശേഷം ഈ ഏർലി ചൈൽഡ്ഹുഡ് 2 തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ആ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിനുശേഷമുള്ള സ്റ്റേജ് 6 വയസ്സ് തൊട്ടുള്ള 12 വയസ്സ് വരെയുള്ള സ്റ്റേജിൽ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തി അവരെ പിന്നോട്ട് പോകാൻ അനുവദിക്കാതെ, അങ്ങനെ പിന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ അവരിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. 2 വയസ്സ് താഴെയുള്ള കാലഘട്ടത്തിൽ ശരിയായ രീതിയിൽ പാലുകൂട്ടൽ നടക്കാതെ വന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സ്പർശനം, സ്നേഹസ്പർശനവും സാന്ത്വനവും ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയും അവർ ഭാവിയിൽ മദ്യപാനം പോലെയുള്ള, പുകവലി പോലെയുള്ള അഡിക്ഷൻസിന് വിധേയമായിട്ട് മാറാം. അതുപോലെ തന്നെ 2 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് മുതിർന്നവർ സ്വീകരിക്കുന്നതെങ്കിലും അത് കുട്ടികളിൽ ഒരു റിപ്രസ്ഡ് അർജായിട്ട്, ഈ അടിച്ചമർത്തപ്പെട്ടതിനെതിരായിട്ട് ഒരു മനോഭാവം അവരുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെടുകയും ഭാവിയിൽ അതും അഡിക്ഷന് കാരണമായിട്ട് മാറാം. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജിൽ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയസ് ആയിട്ട് പോകാൻ സാധിക്കാതെ അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവർ ഡെവലപ്പ് ചെയ്യുക, അപകർഷതാബോധം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ കുഞ്ഞുങ്ങളിൽ പിൽക്കാലത്ത് അഡിക്ഷന് കാരണമായിട്ട് മാറാം. അപ്പോൾ ഈയിടെ എൻ്റെ അടുത്ത്
ഒരു ചെറുപ്പക്കാരൻ വരികയുണ്ടായി. മദ്യപാനവും അതുപോലുള്ള ചില അഡിക്ഷൻ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ 4 സ്റ്റേജസും കറക്റ്റായിരുന്നില്ല. പ്രീനേറ്റൽ പീരീഡിൽ അമ്മയ്ക്ക് പലവിധമായ മാനസികമായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ 2 വയസ്സിൽ താഴെയുള്ള കാലഘട്ടത്തിൽ ഇവന് വേണ്ടത്ര കെയർ ലഭിച്ചില്ല. അമ്മയുടെ മാനസിക സമ്മർദ്ദം മൂലം വേണ്ടത്ര ലാളനയോ പരിഗണനയോ ലഭിച്ചില്ല. മൂന്നാമത്തെ സ്റ്റേജിൽ 2 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള കാലഘട്ടത്തിൽ വേണ്ടത്ര ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ സാധിച്ചില്ല. കാരണം അതിനു മുമ്പുണ്ടായിരുന്ന ഈ മാനസികാവസ്ഥ ഈ കുഞ്ഞിനെ ഹോണ്ട് ചെയ്തു. അത് മാതാപിതാക്കൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തെ സ്കൂൾ ജീവിതത്തിൽ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലും അതിന് മുന്നോട്ടുള്ള സ്കൂൾ കോളേജ് ജീവിത കാലഘട്ടത്തിലും ഈ കുഞ്ഞിന് ആ കാലഘട്ടത്തിൻ്റേതായ അനുസരിച്ചിട്ടുള്ള സ്കിൽസ് കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാതെ പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ യൗവനത്തിൻ്റെ അവസ്ഥയിൽ ഇദ്ദേഹം ഒരു മദ്യപാനത്തിന് അഡിക്റ്റായിട്ട് മാറി, അല്ലെ മറ്റ് കാര്യങ്ങൾക്ക് അഡിക്ഷൻ ഇദ്ദേഹത്തിന് ഉണ്ടായെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ വ്യക്തി മാത്രമല്ല, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും കുടുംബവും ഇതിന് വലിയ ഒരു ഉത്തരവാദിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്തരം ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾ അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയാതെ നമ്മളത് മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ മൂലഹേതു, അടിസ്ഥാന കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ്, അല്ലെ അമ്മയിൽ നിന്നാണ്. ഇനി അമ്മയ്ക്ക് അങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അച്ഛനോ മറ്റോ കുടുംബ സാഹചര്യമോ ഉണ്ടാകാം. അപ്പോൾ ഓരോ വ്യക്തിയും ഒരു അഡിക്ഷനിൽ അഥവാ ലഹരിക്ക് അടിമപ്പെടുന്ന വ്യക്തിയെ നമ്മൾ ഒറ്റപ്പെടുത്താതെ ആ വ്യക്തിയുടെ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ സഹായിക്കുവാൻ സാധിക്കുക. അപ്പോൾ ഈ സാഹചര്യം അനലൈസ് ചെയ്ത് അദ്ദേഹത്തിന് തന്നെ ഒരു ബോധമുണ്ടായി, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നത് എന്ന ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായി കഴിയുമ്പോൾ സ്വയം തിരുത്തുവാൻ തയ്യാറാകുകയും ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതം തിരികെ പിടിക്കാം, നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹത്തിന് തിരികെ എടുക്കാൻ ഇനിയും സമയമുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് ഈ വ്യക്തികളെ നയിക്കുവാനും സാധിക്കും.